ശക്തമായിട്ട് പ്രാബല്യത്തിൽ വരണം. എല്ലാ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ. നിങ്ങൾ അറിയാം, ഇവിടെ പ്രധാനമന്ത്രി എന്നില്ല, മുഖ്യമന്ത്രി എന്നില്ല, നമ്മുടെ പത്മശ്രീ കിട്ടിയ സ്റ്റാർസ് എന്നില്ല, ആരുമില്ല. എല്ലാവരെയും വലിച്ചു കീറുകയാണ്. പുരുഷന്മാരെന്നില്ല, സ്ത്രീകളെന്നില്ല, കൊച്ചുകുട്ടികളെന്നില്ല. ഞാൻ ശാരിക, റാങ്കറാണ്, ബിഗ് ബോസിൽ പോയിട്ടുണ്ട്. ഇത് പൂജ, മനുഷ്യാവകാശ പ്രവർത്തകയാണ്. ദെൻ റസീന, കോണ്ടന്റ് ക്രിയേറ്ററാണ്. ആൻഡ് ബിന്ദു ഹരേകൃഷ്ണ, ഒരു ബിസിനസ് സംരംഭകയാണ്. ഞങ്ങൾ നാലുപേരുന്ന് ഇവിടെ കുറച്ച് സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടാണ് ഇവിടെ വന്നിരുന്നത് മാധ്യമപ്രവർത്തകരെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ഒരു പ്രസ് ക്ലബിൽ വന്നിരുന്ന് ഇങ്ങനൊരു പ്രസ് മീറ്റ് നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അതുപോലെ ഈ കണ്ടന്റ് ക്രിയേഷൻ പ്രൊമോഷൻ നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇന്ന് യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. സാറ്റലൈറ്റ് മാധ്യമങ്ങളിൽ ഒരിക്കലും ആൾക്കാരെ അബ്യൂസ് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ ഡിഫെയിം ചെയ്യുന്ന തരത്തിൽ കണ്ടന്റുകൾ മാധ്യമപ്രവർത്തകർ ഇടാറില്ല. അത് നിങ്ങളുടെ അഭിമുഖങ്ങളിലും അതിന്റെ ഒരു ക്ലാസ് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇന്ന് ഡിജിറ്റൽ മീഡിയയുടെ ഒരു വിപ്ലവമാണ്. അതായത് ഏതൊരാൾക്കും മൈക്കും ഫോണും ഉണ്ടെങ്കിൽ ആരെയും എന്തും പറയാം എന്നൊരു സാഹചര്യമാണ് ഇന്ന് നിലകൊള്ളുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാർ ഇരകളായി മാറുന്നുണ്ട്, പ്രത്യേകിച്ചും കുട്ടികളും സ്ത്രീകളും. അപ്പൊ ആ ഒരു വിഷയത്തിൽ അത് നിങ്ങൾ, അതായത് മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങളിലേക്ക് അത് എത്തുന്നില്ല, അത് നിങ്ങൾ അതിന് വേണ്ട വിധം ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് നിയമം അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്നില്ല എന്ന് ഞങ്ങളുടെ അനുഭവം കൊണ്ട് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രസ് മീറ്റ് ആരെയും വ്യക്തിപരമായിട്ട് അപകീർത്തിപ്പെടുത്താനോ വ്യക്തിഹത്യ ചെയ്യാനോ അല്ല. യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷൻ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊരു പ്രൊഫഷൻ കൊണ്ട് നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മാന്യമായിട്ട് ഒരു 80% ആൾക്കാർ മാന്യമായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. അതിൽ അപവാദമായിട്ട് 20% കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ന്യൂസ് എന്ന് ഞാൻ പറയത്തില്ല, പൈസ മേടിച്ച് ന്യൂസ് ചെയ്യുന്ന ഓൺലൈൻ മീഡിയകൾ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, എനിക്ക് പേഴ്സണലി അറിയാം, പക്ഷെ അവിടെ പേരുകൾ ഞാൻ പറയത്തില്ല. പക്ഷേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അതായത് ആൾക്കാരുടെ പേരുകൾ എടുത്തു പറഞ്ഞ് അവരെ പേരുകൾ പറഞ്ഞ് അപമാനിക്കുന്നത് കൂടാതെ അവരുടെ ഫാമിലി, അവരുടെ ഹസ്ബൻഡുമാരെ, അല്ലെങ്കിൽ അവരുടെ അച്ഛന്മാരെ, അമ്മമാരെ ഒക്കെ അതെനിക്ക് ഈ മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് ആ ഭാഷ തന്നെ പ്രയോഗിക്കാൻ പറ്റത്തില്ല. ഇത്രയും വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കുന്ന കുറച്ചധികം ഓൺലൈൻ മീഡിയാസ്, അതായത് അവർക്കെതിരെ നിയമം കൊണ്ടുവരണം, അല്ലെങ്കിൽ നിയമം ഉണ്ടാവണം, അല്ലെങ്കിൽ നിയമം പ്രാവർത്തികമാക്കണം എന്നുള്ള ഒരു ആശയത്തിന്റെ പേരിലാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെ ഇതെല്ലാം ഒന്ന് അറിയിക്കണം. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു അവബോധം സോഷ്യൽ മീഡിയയിലൂടെയും നിങ്ങളുടെ ചാനൽസിലൂടെയും ഇത് നിയമത്തിന്റെ മുമ്പിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നെ അറിയാവുന്നവർക്ക് അറിയാം, നമ്മുടെ ചാനൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാറില്ല. കണ്ടന്റ് റിയാക്ട് ചെയ്യാറുണ്ട്, അഭിമുഖങ്ങൾ നടത്താറുണ്ട്, ബിഗ് ബോസിൽ പോയിട്ടുണ്ട് എന്നതല്ലാതെ നമ്മൾ ഒരാളെയും നമ്മുടെ ചാനൽ വെച്ചിട്ട് അവരുടെ അച്ഛനെയോ അമ്മയെയോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത ഒരാളെയും വ്യക്തിഹത്യ ചെയ്യാൻ ആർക്കും അവകാശമില്ല. എല്ലാവർക്കും കണ്ടന്റ് ചെയ്യാം, റിയാക്ട് ചെയ്യാം. പക്ഷെ ഒരിക്കലും അവരുടെ കുഞ്ഞുങ്ങളെ പറയാനുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടില്ല. അവർക്ക് പറയാൻ, എനിക്ക് നിങ്ങളെ കുറിച്ച് പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മാനവും അഭിമാനവും ഉണ്ട് ഇവിടെ ജീവിക്കാനും അന്തസ്സായിട്ട് കാര്യങ്ങൾ തിരിച്ചു പറയാൻ. ചില ആൾക്കാർ, ചില വളരെ കുറച്ച്, ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, വളരെ കുറച്ച് യൂട്യൂബേഴ്സ് നമ്മൾ അവർക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കുകയോ അവർ ചെയ്തൊരു തെറ്റിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്താൽ അത് സ്ത്രീകൾ വ്യഭിചരിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ ഇരിക്കുന്നത് എന്ന് പറയുക. ഇത്രയൊക്കെ ചെയ്തിട്ട് ഇവർക്കെതിരെ ഒരുപാട് സൈബർ പരാതികൾ കൊടുത്തിട്ടും അവർ പിന്നീടും അത് തുടരുക. കോടതികളിൽ നിന്ന് വിളിച്ചാലോ അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചാലോ അവരൊരിക്കലും പുറത്തേക്ക് വരത്തില്ല. അല്ലെങ്കിൽ അവർ അതിന് പകരം ആ ഒരു സംഭവം അറിഞ്ഞു വെച്ച് അതിനെ വെച്ച് വേറെ കഥകൾ ഉണ്ടാക്കുക. ഇപ്പൊ പറഞ്ഞാലും 1000 കുടത്തിന്റെ വാ മൂടിക്കെട്ടാം, ഒരു മനുഷ്യന്റെ വാ മൂടിക്കെട്ടാം എന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞാലും ഇവിടെ നിയമങ്ങളില്ലേ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളെ പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഈ പറഞ്ഞ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ മാത്രമല്ല അവർ പറയുന്നത്, ഒരുപാട് ബിസിനസ് സംരംഭകരെയും ആർട്ടിസ്റ്റുകളെയും എല്ലാവരെയും, ഒരാളുടെ പേര് ഞാൻ പറയുകയാണെങ്കിൽ പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്, ഷഫീന ബീവി എന്ന് പറഞ്ഞ വ്യക്തിയും അതോടൊപ്പം അവർക്കൊപ്പമുള്ള കുറച്ചധികം യൂട്യൂബേഴ്സും. അതായത് ഇവർക്കെതിരെ ഇതുവരെ നിയമ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. അവർ മാന്യമായിട്ട് ജോലി ചെയ്തോട്ടെ, നമുക്കത് പ്രശ്നമല്ല. അവർ യൂട്യൂബിൽ കണ്ടന്റുകൾ ചെയ്തോട്ടെ. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരെ മാന്യത ഇല്ലാത്ത ഭാഷകൾ ഉപയോഗിച്ച് പറയുക, എന്നിട്ട് അത് പിന്നെയും മാന്യമായി പിന്നെയും അത് തുടരുക. എത്ര കാലങ്ങളായി ഇത് തുടരുന്നു. ഇതിനൊരു അവസാനമില്ല. ഇത് നിങ്ങൾ മാധ്യമങ്ങളെ, സാറ്റലൈറ്റ് മീഡിയകളോ അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളോ ഇതിനെതിരെ പ്രതികരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഇത് ഇവിടെ വന്നൊരു പ്രസ് മീറ്റ് നടത്തേണ്ട ഒരു സ്ഥിതി വന്നത്. ഞാൻ കൂടുതൽ ഒരു 32ഓളം ചാനലുകൾ
ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യാനായിട്ട്. അത് സെലിബ്രിറ്റികളെന്നില്ല, ബിസിനസ് സംരംഭകരെന്നില്ല, നടികളെന്നോ നടന്മാരെന്നോ ഇല്ല. അങ്ങ് പറയുക ഇവിടെ നിയമങ്ങളില്ലേ, നമുക്ക് ആർക്കും ഇവിടെ ജീവിക്കണ്ടേ? പുരുഷന്മാരും ഉണ്ടോ ഇതിൽ? ഞാൻ സ്ത്രീകളെ മാത്രം പറയത്തില്ല, ഇത് അനുഭവിക്കുന്ന പുരുഷന്മാരും ഉണ്ട്. എനിക്കറിയാവുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്, ഇതിനകത്ത് സ്ത്രീകളും പുരുഷ യൂട്യൂബേഴ്സ് ഉണ്ട്, മെയിൽസും ഉണ്ട്. അവരുടെ ഭാര്യമാരെ വെച്ച് പറയുക, അച്ഛന്മാരെ വെച്ച്, മക്കളെ വെച്ച് പറയുക. ആത്മഹത്യ വക്കോളം ചെന്ന ആൾക്കാരുണ്ട്. ഇരിക്കുന്ന ബിന്ദു ഹരകൃഷ്ണ എന്ന് പറഞ്ഞ സ്ത്രീ മരണത്തിന്റെ വക്കോലെത്തിയവരാണ്. ഇവർക്കെതിരെ ഗൾഫിൽ നിന്ന് സ്ത്രീകൾ എഫ്ഐആർ ഇടാനും സൈബർ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ പക്ഷേ നടപടികൾ ഉണ്ടായിട്ടില്ല. അവർ പറയുന്നത് ഇതിൽ നിയമമില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മരണത്തിന്റെ വക്കിലെത്തിയ ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്, അവരെന്താണ് തെറ്റ് ചെയ്തത്? അപ്പോ ഇവർ ഈ ഷഫീന ബീവിയും ഒരു മറ്റം ഫോക്കസ്, അതായത് ഒരു കൂട്ടം ആൾക്കാർ ഇരുന്നുകൊണ്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പുരുഷന്മാരെയും തെറ്റ് ചെയ്യാത്ത ആൾക്കാരെയൊക്കെ അപവാദം പറയുക. ഇതെന്താണ് നമ്മുടെ ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതാണ് ഷഫീന ബീവിയുടെ കുറെ വീഡിയോസ്. ഇത്രയും ഇത് അവർക്കെതിരെ 62ഓളം സ്ത്രീകൾ ചേർന്ന് നൽകിയിട്ടുള്ള പരാതിയുടെ ഒരു ഇതാണ്, എഫ്ഐആർ ഇട്ടതിന്റെ ഒരു റെസീപ്റ്റ് ആണിത്, ഒരു അക്നോളജ്മെന്റ് ആണിത്. അപ്പൊ ഇങ്ങനെ ഒരു സംഗതി ഷഫീന ബീവി എന്നൊരു സ്ത്രീക്കെതിരെ ഉണ്ട്. അപ്പൊ ഇവരൊരു പ്രസ് മീറ്റ് നടത്തുന്നുണ്ട് എന്ന് ശാരിക അറിയിക്കുകയും അതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആരും ഇതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവർ അവകാശപ്പെടുന്നത് സാറ്റലൈറ്റ് മാധ്യമങ്ങളെ നിങ്ങൾ ചെയ്യുന്നത് പോലെ മാധ്യമ പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഷഫീന ബീവി എന്നൊരു വ്യക്തി, എനിക്ക് അവരുമായിട്ട് യാതൊരു പരിചയവുമില്ല, ഒന്നുമില്ല. പക്ഷെ അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഞാൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ്, എന്റെ തൊഴിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. എങ്ങനെയാണ് അവർ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന പേരിൽ ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മുടെ ആവശ്യം, ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമ്മുടെ ഒരു ആവശ്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് വ്യക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്, സൈബർ ലോസ് ഉണ്ട്, സുപ്രീം കോർട്ട് ഓർഡർ ഉണ്ട്. ഈ സുപ്രീം കോർട്ട് ഓർഡർ അനുസരിച്ചിട്ട് പക്ഷെ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളോ സൈബർ സെല്ലുകളോ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനെതിരെയാണ് നമ്മളൊരു നിയമം ശക്തമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങളിപ്പോ ഇന്ന് മുതൽ ഞങ്ങൾ ഈ ഒരു മൂവ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ അടുത്തപടിയായിട്ട് നമ്മൾ നിവേദനം സമർപ്പിക്കുകയും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്നിട്ടും നടപടി ആയിട്ടില്ലെങ്കിൽ സമര പരിപാടികളെ കുറിച്ചും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു കൊടുത്തിട്ടുള്ളതല്ല, പച്ചയായ നിയമലംഘനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇതിനെതിരെ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ ഇന്ന് മുതൽ മുമ്പോട്ട് പോവുകയാണ്. നന്ദി, നമസ്കാരം. ഇതിനു വേണ്ടിയിട്ടാണ് പ്രസ് മീറ്റ് വിളിച്ചത്. ഇതിനൊരു നിയമ നടപടികൾ ഉറപ്പായിട്ടും ഉണ്ടാവണം. ഇവിടെ അവസാനിച്ചില്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും സമരമുഖമായിട്ട് ഉറപ്പായിട്ടും മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പൊ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടും അതോടൊപ്പം ആഭ്യന്തരമന്ത്രിയോടും സൈബർ സെല്ലിനോടും പോലീസുകാരോടും പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടും പറയാനുള്ളത്, ഇതിനൊരു നിയമ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും സമരമുഖങ്ങളുമായി തന്നെ ഈ പറയുന്ന പോലെ ഞങ്ങളും തിരുവനന്തപുരത്ത് തന്നെ വന്ന് ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെ ആകും. കാരണം ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റും.